കേന്ദ്ര പോലീസ് സേനയായിട്ടുള്ള ITBP-യിലേക്ക് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ട്രാൻസ്ലേറ്ററിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യാം. ഇതിന് മുൻപേ നമ്മളിത് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ജോബും ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പിൻ്റെ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. എനിവേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. ITBP-യിലേക്ക് അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എലിജിബിൾ ആയിട്ടുള്ള മെൻ ആൻഡ് വുമൺ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 10 ഡിസംബർ 2024 അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 8 ജാനുവരി 2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇൻസ്പെക്ടർ ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റിലേക്ക് 15 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെൻ ആൻഡ് വുമണിനുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ടോട്ടൽ വേക്കൻസിയാണ് 15 ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇനി ഇതിൻ്റെ വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് അപേക്ഷ സമർപ്പിച്ച് ജോലി ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തുടക്കം ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 44,900 മുതൽ 1,42,400 രൂപ വരെ ശമ്പളം ലഭിക്കും. അതിൻ്റെ കൂടെ ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ആയിട്ടോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന എലക്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടോ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ ഓർ ആസ് ദി മീഡിയം എക്സാമിനേഷൻ അറ്റ് ദി ഡിഗ്രി ലെവലിലുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കണം മാസ്റ്റേഴ്സ് ഡിഗ്രി ലെവലിൽ. അല്ലെങ്കിൽ എലക്റ്റീവായിട്ട് പഠിച്ചാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചാൽ അങ്ങനെയാണെങ്കിലും മതി. ദെൻ കൂടാതെ നിങ്ങൾക്ക് പിന്നെ ഡിഗ്രി ലെവലിൽ എക്സാമിനേഷൻ മീഡിയം ആയിട്ട് ഇതെടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം, പക്ഷേ നിങ്ങൾ ഡിഗ്രി ലെവലിൽ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എക്സാമിൻ്റെ മീഡിയം ഹിന്ദിയിലോ ഇംഗ്ലീഷിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഇത് മെയിനായിട്ട് ട്രാൻസ്ലേറ്റിംഗ് ആണ് ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. ബേസിക്കലി ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാവാനാണ് സാധ്യത കൂടുതലും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആവശ്യകതകളാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞ യോഗ്യതയിലെ മറ്റൊരു യോഗ്യത പറയുന്നത് കാണാൻ സാധിക്കും. മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഇൻ സബ്ജക്റ്റ് ഇൻ എനി സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മതി. അതർ ദാൻ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ടോ ആസ് കമ്പൽസറി ഓർ എലക്റ്റീവ് ആയിട്ടോ നിങ്ങൾ പഠിച്ചിരിക്കണം. ടു ആസ് ദി മീഡിയം ഓഫ് എക്സാമിനേഷൻ ആൻഡ് അതർ ആസ് എ കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്റ്റ് അറ്റ് ദി ഡിഗ്രി ലെവലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഓൾസോ നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതയും ഇല്ലെങ്കിൽ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എനി സബ്ജക്റ്റ് അതർ ദാൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആസ് ദി മീഡിയം ഓഫ് എക്സാമിനേഷൻ ആൻഡ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആസ് എ കമ്പൽസറി അല്ലെങ്കിൽ എലക്റ്റീവ് സബ്ജക്റ്റ് ആസ് ദി മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ദി ഡിഗ്രി ലെവൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം യോഗ്യത സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറ്റിയിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഹിന്ദി ഓർ ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചതിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു യോഗ്യതകളൊന്നും ഇല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയിൽ നിങ്ങൾക്ക് വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷോട് കൂടി ഉണ്ടെങ്കിൽ ആസ് എ കമ്പൽസറി ഓർ എലക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ് ദി മീഡിയം ഓഫ് എക്സാമിനേഷൻ ആൻഡ് അതർ ദാൻ കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്റ്റ് പ്ലസ് എ റെക്കഗ്നൈസ് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ ഫ്രം ഹിന്ദി ഓർ ഇംഗ്ലീഷ്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പ്ലസ് ആണ് ഈ ഒരു ഹിന്ദീൻ്റെ ഇവിടെ ഡിപ്ലോമ ഇത് പറയുന്നില്ലല്ലോ, മാസ്റ്റേഴ്സ് ഡിഗ്രി പറയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രീൻ്റെ കൂടെ പ്ലസ് ഒരു ഡിപ്ലോമ ട്രാൻസ്ലേഷനിലുള്ള ഒരു ഡിപ്ലോമയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത നോട്ടിഫിക്കേഷൻ ആയി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ SC/ST OBCക്ക് എല്ലാം പ്രായത്തിലിളവ് ലഭിക്കും. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവാണ് നൽകപ്പെടുന്നത്. അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് പറയുന്നത് കാണാൻ സാധിക്കും. ഫോർ ഓൾ അതർ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി അടി പറയുന്നതല്ലാത്ത എല്ലാവർക്കുമുള്ളത് 170 സെൻറ്റിമീറ്റർ ഉയരം വേണം. ഫീമെയിൽസ് ആകുമ്പോൾ 157 വേണം. പുരുഷന്മാർക്ക് 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 85 ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ST വിഭാഗത്തിൽ പെടുന്നവർ അപേക്ഷിക്കുമ്പോൾ 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. 154 സെൻറ്റിമീറ്റർ വനിതകൾക്കും 77 സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് ചെസ്റ്റും 82 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം എന്നുള്ള കാര്യം
പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ITBPൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് ലിങ്കും നോട്ടിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. 200 രൂപ അപേക്ഷാ ഫീസ് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്കാണ് 200 രൂപ അപേക്ഷാ ഫീസ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് റിട്ടേണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് നിങ്ങളെ എക്സാമിന് ആ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പാസ്സാവുന്നവരെ എക്സാമിന് വിളിക്കും. എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. യോഗ്യതയുള്ളവരെ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.